ഹലോ ഗുട്ടൻ ടാഗ് AN ടോക്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ പേര് ഫാദർ ആൻ്റണി, ബിൽസ് അക്കാഡമി തിരുവല്ലയിൽ നിന്ന് സംസാരിക്കുന്നു. ഇന്ന് ജർമ്മൻ ഭാഷയിൽ സേ ഹ എന്നുള്ള ഈ രണ്ട് അക്ഷരങ്ങളുടെ കോമ്പിനേഷൻ്റെ ഉച്ചാരണങ്ങളെക്കുറിച്ച് പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുക. ഇതിൻ്റെ ഉച്ചാരണം പല വിധത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ സ്പ്രെഹൻ എന്ന് പറയുന്നു, ചിലയിടത്തത് സ്പ്രെഷൻ എന്ന് പറയുന്നു, ഇഷ് എന്ന് പറയുന്നു, ഇഹ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഏതാണ് ശരി, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതിലേക്കാണ് നമ്മൾ വരിക. സ്വാഭാവികമായിട്ടും ജർമ്മൻ നാട്ടിൽ അവിടെ ഓരോ പ്രദേശങ്ങളിലും പ്രാദേശികമായിട്ട് പല വിധത്തിൽ ഉച്ചരിക്കാറുണ്ട്. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. എന്നാൽ നിയമാനുസൃതമായിട്ടുള്ള ഇതിൻ്റെ ഉച്ചാരണങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കടന്നു പോവുക. അപ്പോൾ അതിൻ്റെ ചില ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അവിടെ തന്നെ ഈ ഉദാഹരണങ്ങൾ തരുമ്പോൾ തന്നെ അതിൽ തന്നെ ചിലത് ഷ് എന്നും ചിലത് ഹ് എന്നും ചിലത് ഖ് എന്നും ഉച്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഉദാഹരണങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഇവിടെ സ്പ്രെഷൻ, നിഷ്ട്, das Buch, machen, der Charakter, der Christ, die Schule. ഇപ്പോൾ ഇവിടെ എല്ലാം പല വിധത്തിലാണ് സേ ഹ എന്നുള്ളതിൻ്റെ ഉച്ചാരണം വന്നിരിക്കുക. ഇനി ഇതിൻ്റെ ഉച്ചാരണം പ്രധാനമായിട്ടും 3 വിധത്തിലാണ്. ഒന്ന് ഹ് എന്നും ഉച്ചരിക്കുന്നു, രണ്ടാമതായി ഇതിനെ ഷ് എന്ന് ഉച്ചരിക്കുന്നു, മൂന്നാമതായി ഖ് എന്നും ഉച്ചരിക്കുന്നു. ഷ് എന്ന് ഉച്ചരിക്കുമ്പോൾ അത് ഷ് എന്ന് മാത്രമായിരിക്കില്ല, ഉള്ളിൽ നിന്നുള്ള ഒരു ഫോഴ്സ് കൂടി അതിന് വരണം. അങ്ങനെ ഷ് എന്നുള്ള ഉച്ചാരണമായിരിക്കും അതിനുണ്ടാവുക. ആദ്യമായി നമുക്ക് സേ ഹ എന്നുള്ളതിനെ നോക്കാം. ഹ് എന്നുള്ളതിൻ്റെ ഉച്ചാരണം ജർമ്മൻ ഭാഷയിൽ ഉംലൗട്ടുകളുള്ള 3 അക്ഷരങ്ങളാണ്. ആ ഉംലൗട്ട്, ഓ ഉംലൗട്ട്, ഉ ഉംലൗട്ട്. ഇതിൽ നിന്നും ഈ പറയുന്ന ഉംലൗട്ടുകളെ മാറ്റിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്ന അക്ഷരങ്ങളാണ് ആ, ഓ, ഉ. ഇവയിൽ ഏതെങ്കിലും ഒരു ജർമ്മൻ വാക്കിൽ സേ ഹ എന്ന 2 അക്ഷരങ്ങൾ വരികയും അതിന് തൊട്ടു മുൻപായി ആ അല്ലെങ്കിൽ ഓ അല്ലെങ്കിൽ ഉ എന്നീ 3 വവൽസുകളിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന സേ ഹ എന്നുള്ള അക്ഷരങ്ങളുടെ കോമ്പിനേഷനെ നമ്മൾ ഹ് എന്ന് ഉച്ചരിക്കും. ഉദാഹരണത്തിന് ദാസ് ബുഹ്, മഹൻ, ദർ ബഹ്, സൂഹൻ അല്ലെങ്കിൽ കൊഹൻ, അതും അല്ലെങ്കിൽ ലാഹൻ അല്ലെങ്കിൽ ദി വോഹെ. ഇവിടെയൊക്കെ സേയ്ക്കും ഹായ്ക്കും മുൻപായി ആ അല്ലെങ്കിൽ ഓ അല്ലെങ്കിൽ ഉ എന്നീ വവൽസുകളിൽ ഏതെങ്കിലും ഒരെണ്ണം അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹ് എന്ന് ഉച്ചരിക്കുക. അടുത്തതായിട്ട് ഇതിനെ ഷ് എന്നും ഖ് എന്നും ഉച്ചരിക്കാറുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഇങ്ങനെയായിരിക്കും. ഏതെങ്കിലും ഒരു ജർമ്മൻ വാക്കിൽ സേയ്ക്കും ഹായ്ക്കും മുൻപ് ആ അല്ലെങ്കിൽ ഓ അല്ലെങ്കിൽ ഉ ഇവ 3 മറ്റ് ഏതെങ്കിലും വവലുകളോ അല്ലെങ്കിൽ അക്ഷരങ്ങളോ വരികയാണെങ്കിൽ ഈ പറയുന്ന സേ ഹ എന്നുള്ളതിനെ നമ്മൾ ഷ് എന്ന് ഉച്ചരിക്കുന്നു. അതുപോലെ തന്നെ ഇഷ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവിടെ ഹ് എന്നും അതുപോലെ തന്നെ ഷ് എന്നും ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇഷ് ഉള്ളിൽ നിന്നും വരുന്നൊരു ശബ്ദമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് കുറച്ച് വാക്കുകൾ എടുക്കാം. ദി ഷൂളെ, സ്പ്രെഷൻ, റിഷ്ടിക്, ദർ ഫിഷ്, ദർ ടിഷ്, നിഷ്ട് അല്ലെങ്കിൽ ദി ബ്യൂഷർ. ഇവിടെയെല്ലാം ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഷ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് ഖ് എന്നുള്ള ഉച്ചാരണത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ജർമ്മൻ വാക്ക് മറ്റു വിദേശ വാക്കുകളിൽ നിന്നും കടമെടുത്തവയാണെങ്കിലും
അവയിൽ സേഹ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉച്ചാരണം അത് ഖ് ആയിരിക്കും. പ്രത്യേകിച്ചും ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ അത് വരികയാണെങ്കിൽ ഖ് ആയിരിക്കും. ദർ കറക്റ്റർ ക്രിസ്തുസ് കോർ കൗസ് അല്ലെങ്കിൽ ഖെമി. ഖെമി എന്നുള്ളതിന് ഷെമി എന്നും പറയാറുണ്ട്. അപ്പോൾ ഖെമി എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഉച്ചാരണം എന്ന് പറയുക. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് സേഹ എന്നുള്ളതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏകദേശം ഒരു രൂപഭാവം കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനിയും പുതിയ അറിവുകളോടെ നമുക്ക് കണ്ടുമുട്ടാം. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9741357442. ഇനിയും കൂടുതൽ നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു.